കഴിഞ്ഞ ആഴ്ച നമ്പറാക്കിയ വണ്ടിയാണ്. ഏകദേശം 2031 വരെ ഫുൾ പേപ്പർ ക്ലിയർ ആണ്. ടാക്സ് റിന്യൂവൽ കാര്യങ്ങളെല്ലാം നമ്പറാക്കി കേരളത്തിലോട്ട് ആക്കി വെച്ചാണ്. പുതിയ ഇൻഷൂർ ഉണ്ട് ജനുവരിയിൽ എടുത്ത്, എല്ലാം പക്കയാണ്. ഇത് ഒറിജിനൽ കേരള വാനാണ്, നമ്പറായതൊന്നുമല്ല. 2018 GT TSI ഓട്ടോമാറ്റിക് വെർഷനിൽ വരുന്ന പെട്രോൾ വാനാണ്. ഒറിജിനൽ കേരള ഇപ്പോൾ വേറെ കയ്യിലുണ്ടോ? വേറെ മേജറായിട്ടുള്ള ഒന്നും വന്നിട്ടില്ല. ടയർ ഭാഗം ആണെങ്കിലും അത്യാവശ്യം ചെയ്യാനില്ല. എത്രതിന്റെ ചോദ്യം? ഇത് നമ്മള് NOC. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പുതിയൊരു ഡീലേഴ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. പ്ലാൻ ബി എന്നാണ് ഇവരുടെ പേര്, ഷോറൂമിന്റെ പേര്. സ്വാഗതം ബ്രോ. എന്താ പേര്? ഷിബിൽ. സ്വാഗതം. ഓക്കെ, പ്ലാൻ ബി ആണ്. പ്ലാൻ ബി. അപ്പോൾ പ്ലാൻ എ എന്തായിരുന്നു? അപ്പൊ പ്ലാൻ ബിയിലേക്കാണ് എന്തായാലും ഇവര്. അതായത് റീ വണ്ടികൾ അല്ലേ, മെയിനായിട്ട് റീ വണ്ടികളും എല്ലാം ഉണ്ട്. പ്രീമിയം വണ്ടികളുണ്ട്. പിന്നെ അതാ പുറകില് കൃഷ്ണകൾ കാണുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ വാഹനങ്ങൾ ഡീൽ ചെയ്യുന്നതാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ എവിടെയായിട്ട് കറക്റ്റ്? ഇത് മലപ്പുറം പൂക്കോട്ടൂര് അറവങ്കര. ഓക്കെ, ആ ഭാഗത്താണ് ലൊക്കേഷൻ വരുന്നത്. ഷോറൂം ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഓഫീസായിട്ട് നമുക്ക് ഒന്നുണ്ട്. അത്താണിക്കലായിട്ട് ഒരു ഓഫീസ് ഉണ്ട്. ഒന്നും കൂടി ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ഓഫീസ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് വലുതാക്കിയിട്ട് ആട് ഇൻഷാല്ലാ നമുക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിന്റെ ഒരു ബാക്കിൽ തന്നെയാണ്. ഓക്കെ, അതിന്റെ ഒരു ട്രൈ ആണിത്. പിന്നെ നമ്മള് ഡൽഹി അവിടെ നിന്നൊക്കെ ആയിട്ട് നമുക്ക് വണ്ടികൾ ഇറക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നത് വണ്ടി ഇപ്പോ എല്ലാവരും എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെങ്ങനെ ഒരു വണ്ടിന്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണ്? നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല നമ്മള് എങ്ങനെയാ ഉറപ്പിക്കുന്നത്? നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വണ്ടികൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന് എല്ലാം മൊത്തം ആളിന്റെ പേപ്പർ വർക്കൊക്കെ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും. NOC കാര്യങ്ങളെല്ലാം നമ്പറാക്കിയിട്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഏറ്റെടുക്കും. അല്ലാതെ നമ്മൾ NOC എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് പിന്നെ നമുക്ക് നോക്കാത്ത പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ നമ്മൾ ഫുൾ പേയ്മെന്റ് നമ്മൾ റിട്ടേൺ അടിച്ചിട്ട് നമ്മൾ വണ്ടി റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ അറവങ്കര, മലപ്പുറം അറവങ്കര, കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ മലപ്പുറം അറവങ്കര ഓഫീസ് വരുന്നത്. അപ്പോൾ ഇത് എന്തായാലും ഒരു വീട്ടിൽ വെച്ചിട്ട് ചെയ്യാണ്ടല്ലോ, നിങ്ങൾ തന്നെ ഒരു വീട്ടിൽ വെച്ചിട്ട് ചെയ്യാണ്. കുറച്ച് വാഹനങ്ങളുണ്ട്, കൃഷ്ണകളുണ്ട്, പ്രീമിയം സെഗ്മെന്റ് ഉണ്ട്, എല്ലാം കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കാണുള്ളൂ, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കൊടുക്കും? ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ നാട്ടുകാർക്ക് കൊടുക്കും. ഡയറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. എന്തായാലും വീഡിയോയിൽ സ്റ്റോക്ക് കാണാം, നല്ല വിലപ്പാത്ത് കൊടുക്കാൻ പറ്റും. അതാണ് മെയിനായിട്ട് വേണ്ടത്. കാരണം ഇത്രയും കോമ്പറ്റീഷൻ. അതെ, അപ്പോൾ എന്തായാലും വിലപ്പാകം നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ. ആദ്യത ഈ ഇന്നോവയിൽ തുടങ്ങാം. ഹരിയാന രജിസ്ട്രേഷനിൽ കിടക്കാണ് വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ ബ്രോ? ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ 2015 G4 ആണ്. 15 G4 സെക്കൻഡ് ഓർഡർ. ഓൾറെഡി നമ്മൾ KL മലപ്പുറം സ്റ്റേഷനിലേക്ക് NOC അടിച്ച് നിൽക്കുന്ന വാഹനമാണ്. 10 നമ്മൾ NOC അടിച്ചിട്ടുണ്ട്, കയ്യിലുണ്ട്. നേരെ പോയി രജിസ്റ്റർ ചെയ്യാനേ ഉള്ളൂ. അപ്പം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം NOCന്റെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് കുറച്ച്, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. KL 10 രജിസ്ട്രേഷൻ ആക്കിയിട്ട് നിങ്ങളുടെ സാധനം നമ്മളെ കയ്യിലുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പോൾ അവിടെ എത്ര ഓണർഷിപ്പ്? അവിടെ ഫസ്റ്റ് ഓർഡർ ആണ്, ഇപ്പോൾ സെക്കൻഡ് ഓർഡർ. ഇപ്പോൾ KL 10 സെക്കൻഡ് ഓർഡർ. ഓക്കെ, ഓട്ടോ എത്ര? ഓട്ടോ 165 മീറ്ററിലുള്ളത്. ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം 2023 ടൈമിലൊക്കെ ഏകദേശം 140 റേഞ്ചിലാണ്. അതിന്റെ മേൽ കൂടിയിട്ടുണ്ടോ കറക്റ്റ് നമുക്ക് പറയാനില്ല, പുറത്തത്തെ വണ്ടിയാണ്. ഉറപ്പാണ്. എന്തായാലും ഇപ്പോൾ ഏകദേശം 165 168 റേഞ്ചിലാണ്. 140 ഓടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2-3 വർഷം ആവാനല്ല പിന്നെ എന്തായാലും 2 ലക്ഷത്തിന്റെ ഉള്ളിൽ. പക്ഷേ വണ്ടി എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ മേജറായിട്ട് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. വേറെ ബോണറ്റോ കാര്യങ്ങളോ വേറെ റീപ്ലേസ് ഒന്നും വന്നിട്ടില്ല. ഒന്നുമില്ല. എഞ്ചിന് കാര്യങ്ങൾ ഭാഗമൊക്കെ പക്കയാണ്. ഇന്റർകൂളറാണ്. നിലവിൽ മെക്കാനിക്കൽ എല്ലാം ഫിറ്റ് ആണ്. ഒന്നും ചെയ്യാല്ല, മൊത്തം ഫിറ്റ് ആക്കി വെച്ചതാണ്. ഇപ്പോൾ വണ്ടി വന്നൊരു കണ്ടീഷനിലാണ്. നമ്മൾ മൊത്തമായിട്ട് ഒന്നും വർക്ക് എടുത്തിട്ടില്ല. ജസ്റ്റ് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് എല്ലാം മൊത്തത്തിൽ നമുക്ക് വൃത്തിയാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ ക്രിസ്റ്റന്റെ വീല് കാര്യങ്ങൾ അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 2015 ലാസ്റ്റ് മോഡലാണ്, 11 മാസം വണ്ടിയാണ്. അപ്പോൾ G4 എന്തായാലും അലോയ്സ് വരുന്നില്ല. പക്ഷേ ഇത് ഇവർ ക്രിസ്റ്റന്റെ അലോയ്സ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ രജിസ്റ്റർഡ് ആയിട്ടുള്ള പൈസ അല്ല പറയാം നിങ്ങൾ? അതെ, നമ്പർ ആക്കിയിട്ടുള്ള പൈസ അത് എത്ര ഉണ്ടാവും? നമ്പർ ആക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു 795 നമുക്ക് ചെയ്ത് കൊടുക്കാം. 2015 ലാസ്റ്റ് വണ്ടി 7,95,000 രൂപയ്ക്ക് കേരള നമ്പർ ആയി കഴിഞ്ഞിട്ട് KL 10 രജിസ്റ്റർഡ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇതിന്റെ മുകളിൽ നിങ്ങളുടെ അഡീഷണൽ ഒരു പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. ഇൻഷുറൻസ് കാര്യമൊക്കെ ആ ടൈമിൽ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഫസ്റ്റ് പാർട്ട് എടുത്തിട്ട് നമുക്ക് കൊടുക്കാം. ഒരു 8-8.5 IDV തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാക്സിമം IDV കിട്ടും. അതായത് വണ്ടീന്റെ വിലയേക്കാൾ IDV കിട്ടുന്നുണ്ട്. അപ്പോൾ ലോണും ചാൻസ് അല്ലേ? ലോൺ നമുക്ക് ഏകദേശം ഒരു നല്ല ട്രാക്കുള്ള ആളാണെങ്കിൽ 5-6 ലക്ഷം രൂപ വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ക്രിസ്റ്റയാണ്, അടുത്ത ഇന്നോവ. വീണ്ടും ഇന്നോവ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 G4 ആണ്. 15 ഇത് 14 G4 ആണ്. ഇപ്പോൾ ഗുജറാത്ത് രജിസ്ട്രേഷനിലാണ് വണ്ടി ഉള്ളത്. NOC അടിച്ചിട്ടില്ല. ആരാണോ പർച്ചേസ് ചെയ്യണം അവരുടെ പേർക്ക് നമുക്ക് ഡയറക്റ്റ്
NOC അടിച്ചു കൊടുക്കും. നിങ്ങളെ RTO കിട്ടും, നിങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് RTO ആണോ അവിടെ നമുക്ക് നമ്പർ ആക്കിയിട്ട് NOC അടിച്ചിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാം. DJ രജിസ്ട്രേഷൻ ആണ് വണ്ടി ഉള്ളത്. സെക്കൻഡ് ഓണർ ആണ് ഇപ്പൊ കിടക്കുന്നത്. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 170 സംതിങ്, 72 സംതിങ്. ഇതിപ്പോ പെയിന്റ് കഴിഞ്ഞ് വന്നതാണോ? ഇപ്പൊ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഫെദർഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് വീഡിയോ ഉണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ വെയിറ്റ് കാര്യങ്ങളൊന്നും വെച്ചിട്ട് പോളിഷിംഗ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞാണ്. പോളിഷിംഗ് കഴിഞ്ഞ് ജസ്റ്റ് വർക്ക് പെട്ടെന്ന് ഇതാക്കി കൊടുക്കുന്നതാണ്. ഫിറ്റിംഗ്സ് കുറെ ബീഡിങ് കാര്യങ്ങൾ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കയറാണ്ട്. വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു ഇതും കാര്യങ്ങളും ഇല്ല. മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. ഇല്ല, ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊന്നും. ചെറിയ എന്തോ ഒരു പമ്പർ അങ്ങനെ എന്തോ ഒരു തരുന്നുള്ളൂ. ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. മേജറിലൊന്നും കയറിയിട്ടില്ല. ഇല്ല. ഓക്കെ. കിലോമീറ്റർ കിലോമീറ്റർ 1.72 ആണ് ഇപ്പൊ അതിലുള്ളത്. കറക്റ്റ് ഏകദേശം സർവീസും കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തെടുത്താണ്. ഓൾറെഡി പ്രൈവറ്റ് വണ്ടിയാണ്. വേറെ അതും പ്രൈവറ്റ് ആണ്. പക്ക പ്രൈവറ്റ് വണ്ടി. രണ്ടും പക്ക പ്രൈവറ്റ് വണ്ടിയാണ്. ടാക്സിയോ കാര്യങ്ങളൊന്നുമല്ല. ഇത് നമുക്ക് NOCയിൽ ഏറെയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് നെഗോഷിയേറ്റ് ചെയ്ത് പോകാം. അത് നമ്പർ ആക്കിയിട്ടോ, KL നമ്പർ ആക്കി. NOC അല്ല, KL നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് പറയുന്നത്. NOCയിലല്ല, നമ്പർ ആക്കിയിട്ട് നമുക്ക് ഏറെയാണ് ആസ്ക് ചെയ്യണത്. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇൻഷൂറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. 14 പ്രോപ്പർ സർവീസ് എല്ലാം ഉള്ള വണ്ടി. ഓക്കെ. NOC നമ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതാ നമ്മൾ ക്രിസ്റ്റയിലേക്ക് കയറി. ഇത് എവിടെയാണ് കിടക്കുന്നത് രജിസ്ട്രേഷൻ? അല്ലല്ല, ഇത് UP ആണ്. UP രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 Z ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പിന്റെ 18 Z ഓട്ടോമാറ്റിക് ആണ്. പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ RC ആണ്. NOC നമ്മൾ അടിച്ചിട്ടില്ല. ഡയറക്റ്റ് പാർട്ടിക്ക് നമുക്ക് വേറെ കസ്റ്റമേഴ്സ് നമുക്ക് ഡയറക്റ്റ് അടിച്ച് കണ്ട് കൊടുക്കാം. കിലോമീറ്റർ എത്ര കാണിക്കുന്നത്? കിലോമീറ്റർ ഇത് ഓൾറെഡി സർവീസ് ഹിസ്റ്ററി കറക്റ്റ് 210 ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കറക്റ്റ് 10 മെയിൻറ്റെയിൻ ചെയ്ത് പോയ വണ്ടിയാണ്. ഇപ്പൊ മീറ്ററിൽ 1.65 ഉള്ളൂ. അത് നമുക്ക് ഡീലർ പോയി വന്നപ്പോ അവര് നമ്മുടെ നാട്ടിലെത്തി ഹിസ്റ്ററി നോക്കിയപ്പോ കറക്റ്റ് 10 സർവീസ് സിംഗിൾ ഓണർ വണ്ടി അവര് മെയിൻറ്റെയിൻ ചെയ്ത് പോയതാണ്. 210 ഹിസ്റ്ററിയിൽ കഴിഞ്ഞ വർഷം വല്ലാതായിട്ടില്ല. ഇപ്പൊ 25 ഫസ്റ്റ് അങ്ങനെ ഇല്ല. ഏറിപ്പോയി 2.20 ഉള്ളിലേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഇപ്പൊ മീറ്ററിൽ 1.65 ആണ് നമുക്ക് കിട്ടിയപ്പോഴേ അങ്ങനെയാണ് ഉള്ളത്. ക്ലെയിം ഒന്നുമില്ലല്ലോ? അങ്ങനെ ഇല്ല, ക്ലെയിം കാര്യങ്ങളായിട്ടൊന്നുമില്ല. മെയിൻ ഗ്ലാസ് അങ്ങനെ എന്തോ മാത്രമേ റീപ്ലേസ് ഉള്ളൂ. വേറെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ Type 1 ആണ് വണ്ടി വരെ. നമ്മൾ Type 2 നമ്മൾ കൺവേർട്ട് ചെയ്താണ് നാട്ടിൽ. ഓക്കെ. അപ്പോ വേറെ ഒന്നും ചെയ്യാനില്ല? ഇല്ല, ഒന്നും ചെയ്യാനില്ല. ഫുള്ള് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും ഏകദേശം ഒരു 75-80% ഓക്കെ. എത്രയുണ്ട്? ചോദ്യം എത്രയാ? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 17 നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ്. നമ്മൾ NOCയിലുള്ളതല്ല, നമ്മൾ നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ് മൊത്തത്തിൽ പറയുന്നത്. 17.75 ആസ്ക് ചെയ്യുന്നത്. 17.75. 17,75,000 രൂപയ്ക്ക് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് 2018 Z ഓട്ടോമാറ്റിക് വാഹനം 2 lakh കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതിൽ 1.65 ആണത്. ഓക്കെ. അപ്പോൾ അവിടെ സിംഗിൾ ഓണർഷിപ്പാ? അവിടെ സിംഗിൾ ആണ്. ഇവിടെ എടുക്കുന്ന ആള് സെക്കൻഡ് ആവുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. ഇപ്പോൾ NOC എവിടെ എടുത്തിട്ടുള്ളത്? ഇല്ല, ഓടി എടുത്തിട്ടില്ല. കസ്റ്റമേഴ്സ് നമുക്ക് ഡയറക്റ്റ് എടുത്ത് കൊടുക്കും. ഓക്കെ. ഇതും നിങ്ങളുടെ RTOയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ക്രിസ്റ്റ ഡൽഹി രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനമാണിത്. എന്തെങ്കിലും ഡീറ്റെയിൽ? ഡൽഹി വണ്ടിയാണ്. ഇത് 2017 ആണ്. 17 ടൂറിംഗ് സ്പോട്ടാണ്. ടോപ്പിൽ ലെവലിൽ വരുന്ന ടൂറിംഗ് സ്പോട്ട്. കുറച്ച് വണ്ടികൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അതിൽ പെട്ടൊരു വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. ഡൽഹിയിൽ നമ്മൾ NOC കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. ഡയറക്റ്റ് വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ഡയറക്റ്റ് മറ്റേ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് അവർക്ക് NOC എടുത്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ ഡൽഹി വണ്ടിയാണ്. 2017 ആണ്. 27 വരെ അവിടെ വേണ്ടിയിട്ടുണ്ട്. 10 വർഷമാണ് ഇപ്പോൾ അടുത്തത്. അതുകൊണ്ട് NOC കിട്ടാത്ത പ്രശ്നമോ കാര്യങ്ങളോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ. മാക്സിമം ഒരു 10-15 ദിവസത്തിനുള്ളിൽ നമുക്ക് NOC അടിച്ച് അവരതീക്ക് ആക്കി കൊടുക്കാം. ഓക്കെ. NOC നിങ്ങളെ RTOയിലേക്ക് എടുത്തു തരാൻ പറ്റും. ടൂറിംഗ് സ്പോട്ടാണ്. ടൂറിംഗ് സ്പോട്ടിന്റെ റെഡ് ഏതെങ്കിലും കയ്യിലുണ്ട്? ഇപ്പോൾ റെഡും വൈറ്റും ആണ് അതിൽ വരുന്നുള്ളത്. റെഡ് കയ്യിലുണ്ടോ? ഇല്ല, നമ്മളെ കയ്യിൽ ഇപ്പോൾ ആദ്യമായിട്ട് എൻക്വയറി ഉണ്ട്, അതാ ഞാൻ ചോദിച്ചത്. ഇല്ല, റെഡ് നമ്മളെ കയ്യിലില്ല. നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ടൂറിസ്റ്റ് സ്പോട്ട് വന്ന് ഒരു വണ്ടിയെ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ വൈറ്റ് ആണ് കിട്ടിയത്. ഓക്കെ. വേറെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സർവീസ് പക്കയാണ്. ഇപ്പോൾ 1.90 കമ്പനി സർവീസ് ഇപ്പോൾ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ. മീറ്ററിൽ ഇപ്പോൾ 1.94 കറക്റ്റ് 2 മാസം മുന്നേ സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. വേറെ മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ് ഉള്ളത്. ഓക്കെ. അപ്പോൾ വേറെ ഒന്നുമില്ല. ടൂറിസ്റ്റ് സ്പോട്ടാണ്. 2017 മോഡൽ. 1.90 സർവീസ് കഴിഞ്ഞ് 94 ഇപ്പോൾ ഓടി. ഇനി ഒരു 6000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾ സർവീസ് ചെയ്താൽ മതി. വേറെ ഒന്നും ഇപ്പോൾ ചെയ്യാനില്ല. ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ടയർ ഭാഗം കാര്യങ്ങളെല്ലാം ഏകദേശം 70-80% ടയർ ഉണ്ട്. എല്ലാം ഫുള്ളാണ്. അപ്പോൾ നമ്മൾ നമ്പർ ആക്കിയിട്ട് എത്ര കൊടുക്കാത്? ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട്
നമുക്ക് 17 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യണത്. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാണി നമുക്ക് കസ്റ്റമേഴ്സ് വന്ന് എങ്ങനെയാ വെച്ചാൽ നോക്കിയിട്ട് നമുക്ക് മറ്റുപോലെ ചെയ്ത് കൊടുക്കും. 17 മോഡൽ ടൂറിസ്റ്റ് സ്പോട്ടാണ്. നമ്പർ ആക്കിയിട്ട് 17 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോൺ എത്ര കിട്ടും മാറിക്കഴിഞ്ഞാൽ? ലോൺ നല്ല അത്യാവശ്യം ട്രാക്കുള്ള ഒരാളാണ്. 15 വരെ കിട്ടും. എങ്ങനെ 15 ലക്ഷം വരെ കിട്ടും? 15 നമുക്ക് കൊടുത്തു നോക്കാം. മാക്സിമം 15 കിട്ടേണ്ടിയാണ്. 17 വണ്ടിയാണ്. ഇപ്പോൾ ഒന്നും കൂടി 2026 ആയിക്കണ്. ചിലപ്പോൾ ഒന്നും കൂടി ഒരു 13 വരെയൊക്കെ നമുക്ക് എന്തായാലും കൺഫേം നമുക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ഡയറക്റ്റ് വണ്ടി എടുത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും മാറ്റമുണ്ടോ? പ്രൈസിന് നല്ല മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടാവും. കാരണം അത് പറഞ്ഞാൽ അവിടെ നിന്ന് എടുക്കുമ്പോൾ ഏകദേശം എന്തായാലും കുറച്ച് വർക്കുകൾ എടുക്കാണ്ടാവും. വൃത്തിയാക്കൽ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ട്രക്ക് ചെയ്യണം, കാര്യങ്ങളെല്ലാം എക്സ്പെൻസ് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ചെറിയ റേറ്റ് മാറ്റം വരും. മാറ്റം എന്തായാലും ഉണ്ട്. അവിടുന്ന് ഡയറക്റ്റ് വേണേൽ അങ്ങനെ എടുത്ത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് റെഡി ക്യാഷ് ആണ്, ഡയറക്റ്റ് അവിടുന്ന് എടുത്ത് തരും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഹോണ്ട സിവിക് ആണ്. KL 10 റീ ആയിക്കഴിഞ്ഞ വാഹനം അല്ലേ? ഡീറ്റെയിൽ ഇത് 2010 ആണ്. 10 മോഡൽ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്പറാക്കിയ വണ്ടിയാണ്. ഏകദേശം 2031 വരെ ഫുൾ പേപ്പർ ക്ലിയർ ആണ്. ടാക്സ് റിന്യൂവൽ കാര്യങ്ങളെല്ലാം നമ്പറാക്കി KL 10 ആക്കി വെച്ചാണ്. പുതിയ ഇൻഷൂർ ഉണ്ട് ജനുവരിയിൽ എടുത്ത്. എല്ലാം ബാക്കിയാണ്. ഫസ്റ്റ് വരെ ഫുൾ പേപ്പർ ഓക്കെയാണ്. മെയിൻ എല്ലാം വണ്ടി എഞ്ചിന്മാരായിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഏത് ഓപ്ഷൻ ഏതാ? ഇത് ഏറ്റവും ഫുള്ളിൻ്റെ നേരെ താഴെയുള്ള ഓപ്ഷൻ. അതിൻ്റെ നേരെ മേലുള്ളതാണ് സൺറൂഫും കാര്യങ്ങളും വരുന്നത്. അതിന് നേരെ താഴെയുള്ള പെട്രോൾ മാനുവലും ആണ്. പെട്രോൾ മാനുവൽ ആണ്. അത്യാവശ്യം മോഡിഫിക്കേഷൻ ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുപോകും. വേറെ ഒന്നും എഞ്ചിന്മാരായിട്ട് കാര്യങ്ങളൊന്നും മെയിൻ്റെനൻസ് ഒന്നും എടുക്കാനില്ല. ടയർ ഭാഗം കാര്യങ്ങളെല്ലാം ഫുള്ളാണ്. ഓട്ടോ എത്ര കാണിക്കുന്നത്? ഓട്ടത് 95,000. ചെറിയ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. വലിയ പണിയൊന്നും ഉണ്ടാവില്ല. എത്ര ചോദ്യം? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,30,000. 2,30,000 രൂപയ്ക്ക് 2031 വരെ ഫുൾ പേപ്പർ ഓക്കെ ആയിട്ടുള്ള ഫുൾ ഓപ്ഷനെ തൊട്ട് താഴെ വരുന്ന മാനുവൽ സിവിക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണും കാര്യമൊന്നും കിട്ടൂല. കാരണം എന്താ വെച്ചാൽ മോഡലിലെ പഴക്കമുണ്ട്. പിന്നെ ലോൺ ഇട്ട് കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും അല്ലേ? പ്രൈവറ്റ് ലോണേ കിട്ടുള്ളൂ. ഭയങ്കര ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. അടുത്തൊരു പ്രീമിയം സെഗ്മെന്റിലേക്ക് കയറി. BMW X1 ആണ്. ഇതേതാ മോഡല്? ഇത് 2016 മോഡലാണ്. പിന്നെ സെക്കൻഡ് ഓർഡറിൽ വരുന്ന വണ്ടിയാണ്. ഡൽഹി രജിസ്ട്രേഷനാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. നമ്മുടെ നാട്ടിൽ ഡോർ നമ്പർ ആക്കിയ വണ്ടിയാണ്. ഏകദേശം 1 വർഷമായി ഇവിടെ യൂസ് ചെയ്യണ്. ഇപ്പോൾ കൊടുക്കുക നമ്മള് കസ്റ്റമർ വണ്ടിയാണ്. നമ്മൾ പർച്ചേസ് ചെയ്ത് കൊടുത്ത വണ്ടി തന്നെയാണ്. ഇതിപ്പോൾ NOC 14,500 രൂപയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഏത് ഓപ്ഷൻ? ഓട്ടോ എത്ര പോയി? ഇത് ഏറ്റവും ടോപ്പ് തന്നെയാണ്. X1 ഏറ്റവും ടോപ്പിന് പാനോരമിക് സൺറൂഫും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഓട്ടോ വരുന്നത് 82,000 കിലോമീറ്ററാണ്. സർവീസ് ഏകദേശം അന്ന് നമ്മൾ എടുക്കുമ്പോഴൊക്കെ പ്രോപ്പറാണ്. ഇപ്പോൾ ഈ 1 വർഷത്തെ ഇവിടെ ഷോറൂം കയറിയില്ല, പുറത്താണ് എടുത്തിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണല്ലോ. സെക്കൻഡ് ആണ്. ഡോർ നമ്പർ ആയതുകൊണ്ട് അയാൾ ഇപ്പോൾ സെക്കൻഡ് ആണ്. ഇത് നേരെ NOC നമുക്ക് നേരെ കസ്റ്റമർക്ക് അടിച്ചു കൊടുക്കാം. അവർ തേർഡ് ഓണർഷിപ്പ്. അപ്പം നിങ്ങളുടെ RTOയിലേക്ക് NOC എടുക്കാൻ പറ്റുന്ന വാഹനമാണ് X1. 2016 മോഡൽ X1 ഫുൾ ഓപ്ഷൻ ആണ്. എത്രയാണ് ചോദ്യം? ഇപ്പോൾ ഇത് നമ്മൾ 14,50 ആണ് ചോദിക്കുന്നത്. NOC അല്ലേ? NOC മാറണമെങ്കിൽ ഒരു 2,50 ഉള്ളിൽ കേലാക്കണമെന്നുണ്ട്. 2,000 ഉള്ളിൽ കണ്ടാൽ മതി. നിലവിൽ വാർണിംഗ് ലൈറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ മേജറായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇപ്പോൾ സിഗ്നൽസോ കാര്യങ്ങളൊന്നും കത്തുന്നില്ല, ഒന്നുമില്ല. ഓക്കെ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പനി കൊണ്ടുപോകാം, സ്കാൻ ചെയ്യാം, അവിടെ നോക്കിയിട്ട് ഉറപ്പുവരുത്തിയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, 16,50,000 രൂപ NOC പ്രൈസ്. അടുത്ത വണ്ടിയിലേക്ക്. BMW സെഡാൻ കാറ്റഗറിയാണ്. 520D. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2011-12 രജിസ്ട്രേഷനാണ് വരുന്നത്. ഓക്കെ, 11-12 ഡൽഹി രജിസ്ട്രേഷനാണ് വരുന്നത്. ഇത് ഓൾറെഡി CH-ലോട്ട് NOC എടുത്ത വാഹനമാണ്. അതുകൊണ്ട് തന്നെ അതായത് പ്രശ്നം വരുന്നതുകൊണ്ട് CH-ലോട്ട് NOC അടിച്ച് 10 വർഷം കഴിയുമ്പോൾ പ്രശ്നം വരും അല്ലേ? CH നമ്പർ ആയിട്ടുണ്ട്. പിന്നെ നാട്ടിലോട്ട് നമ്മൾ NOC എടുക്കുക. അവർ ഈ കാലം തേർഡ് ഓണർഷിപ്പ് ഈ കാലം അപ്പോൾ വരും. ഇപ്പോൾ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അതായത് ഡൽഹിയിൽ നിന്ന് ജസ്റ്റ് മാറാൻ വേണ്ടി അവിടുന്ന് ഈ NOCന്റെ പ്രശ്നങ്ങളുണ്ട്. 10 വർഷത്തിനുള്ള മാറാൻ മാറിയതാണ്. ഓക്കെ, അപ്പോൾ യൂസ് ഒരാൾ തന്നെ ആയിരിക്കും. അതെ, സിംഗിൾ ഓണർ ആളെ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഡയറക്റ്റ് നമ്മളിങ്ങനെ വളഞ്ഞൊന്നും എടുത്ത് വന്നുള്ളൂ. ഓക്കെ, 11-12 520D ബ്ലാക്ക് കളറാണ് വരുന്നത്. മേജറായിട്ടുള്ള കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ വർഷത്തെ ചെറിയ ഇതിന്റെ ഒരു പൈമത്തിന്റെ ഒരു മോശത്തിനേ ഉള്ളൂ. വേറെ കുഴപ്പമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഷേപ്പ് മാറ്റാൻ പറ്റൂല. നമുക്ക് M5 കൺവേർട്ട് ചെയ്യാം. ഏകദേശം ഒരു 1.5 ഉണ്ടെങ്കിൽ ന്യൂ ഷേപ്പിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം. മേജറായിട്ടുള്ള ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററിയൊക്കെ ഏകദേശം ഒക്കെ പക്കയാണ്. നമ്മൾ നോക്കിയതാണ്. വേറെ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒന്നും ചെയ്തില്ല. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ മേജറായിട്ടുള്ള ഒന്നും വന്നിട്ടില്ല. ടയർ ഭാഗം ആണെങ്കിലും അത്യാവശ്യം ചെയ്യാനില്ല. എത്ര ഇതിന്റെ ചോദ്യം? ഇത് നമ്മൾ NOC-ൽ 70 ചോദിക്കുന്നത്. 11 മോഡൽ 12 രജിസ്ട്രേഷൻ. ഏകദേശം നമ്പറാക്കാൻ ഒരു 90-80 ഉള്ളിലേ വരും. മോഡലിലെ പഴക്കമുണ്ട് അല്ലേ? അത്രേ വരും. ഇനിയിപ്പോ 15 കൊല്ലം കഴിയുകയാണെങ്കിൽ അതിലും നല്ല മാറ്റം വരും അല്ലേ? 15 കൊല്ലം കഴിഞ്ഞാൽ ടൈം ഉണ്ടല്ലോ ഇനിയും.
ഓക്കെ. അടുത്തത് ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറി ഓഡി A3 ആണ്. ഡൽഹി രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനം. എന്താ പറയാ, ഓഡിയുടെ ഒരു സ്റ്റാർട്ടിംഗ് കാറ്റഗറി. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2015-16 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. ഇത് സെക്കൻഡ് ഓർഡറിലാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളെ മലപ്പുറത്തോട്ട് NOC എടുത്ത് വെച്ചിട്ടുണ്ട്. കേൽപ്പത്തിലോട്ട് NOC. കാരണം 15-16 വണ്ടിയാണ്, ഇപ്പോൾ 26 ആയല്ലോ. നമ്മൾ ഇനി NOCക്ക് പ്രശ്നം വരാതെ എഴുതിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മളെ വെയിലോട്ട് മലപ്പുറത്തേക്ക് അടിച്ച് നമ്മൾ ഡെലിവറി. അവിടെ സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ല, അവിടെ സെക്കൻഡാണ്. ഇനി ഇപ്പോഴത്തെ എടുക്കാണ് വരിക. അതായത് ആ ഒരു വിഷയം കൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് നമ്മൾ വണ്ടി ഡെലിവറി ചെയ്തപ്പോൾ തന്നെ അടിച്ചു പോകുന്നതാണ്. A3 S ലൈനാണ്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. മേജറായിട്ട് കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഇല്ല, മേജറായിട്ട് റീപ്ലേസ് ഇല്ല. ഗ്രില്ല് ചേഞ്ച് ചെയ്താണ്, R3ന്റെ ഗ്രില്ലാണ്. സ്റ്റോക്ക് ഗ്രില്ലാണെങ്കിൽ വണ്ടി തന്നെ അകത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വേണേൽ മാറ്റാം. സ്റ്റോക്ക് ഉണ്ട്, R3ന്റെ ഗ്രില്ലുണ്ട്, ഏത് വേണമെങ്കിലും ഉണ്ടാവും. വേറെ മേജർ ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ല. പക്ക 65,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. പ്രോപ്പർ സർവീസ് ആണ്. അത്രയും സ്മൂത്ത് ഓടിച്ചാൽ തന്നെ കാര്യങ്ങൾ അറിയാം. അത്രയും സ്മൂത്ത് വണ്ടിയാണ്. ഡീസലാണ്. 15 മോഡൽ 16 രജിസ്ട്രേഷൻ. അത്യാവശ്യം മൈലേജും കിട്ടും അല്ലേ? 18 മൈലേജ് കിട്ടും. ഓക്കെ, ചെറിയ കാറ്റഗറിയാണ്. ഇതിന്റെ നേരെ മേലെ വരുന്നത് A4 ആണ്. പിന്നെ അത് കുറച്ചും കൂടി സൈസ് കൂടും. ഇത് കാരണം ഒതുക്കി കൊണ്ട് നടക്കും. ഓക്കെ, അപ്പോൾ എത്രയുണ്ട് ചോദ്യം NOCയിൽ? ഇത് നമ്മൾ 8.25 ചോദിക്കുന്നത്. NOC പ്രൈസ് 8.75 NOC പ്രൈസ്. മാറണമെങ്കിൽ 2 രൂപേൻ്റെ അകത്ത് അതിൻ്റെ അടുത്ത് തന്നെ വേണ്ടി വരും. 15-16 വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം Volkswagen പോളോ ആണ്. പോളോ എന്ന് വെച്ചാൽ TSI GT അല്ലേ? GT TSI. ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് ഒറിജിനൽ കേരള വാഹനമാണ്, നമ്മളായതൊന്നുമല്ല. 2018 GT TSI ഓട്ടോമാറ്റിക് വെർഷനിൽ വരുന്ന പെട്രോൾ വാഹനം. ഓക്കെ, ഒറിജിനൽ കേരള ഇപ്പോൾ വേറെ കയ്യിലുണ്ടോ? നമ്മളടുത്തുണ്ട്. ഓൾറെഡി ഒരു ക്രിസ്റ്റ കിടക്കുന്നുണ്ട് അവിടെ, ചെറിയ ടച്ചപ്പും കാര്യങ്ങളായിട്ട്. ഒറിജിനൽ കേരള 2021 G4 ഓട്ടോ ആണ് കിടക്കുന്നുണ്ട്. ആകെ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളവിടെ ചെറിയ ടച്ചപ്പും പോളിഷിംഗ് ആയിട്ട് നമ്മൾ വണ്ടി കാണിക്കാൻ പറ്റിയില്ല. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറിജിനൽ കേരളം ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ ഒരു ക്രിസ്റ്റയും കയ്യിലുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ചെയ്താൽ ഓക്കെ. അപ്പോൾ GT TSI 2018 മോഡൽ. ഓക്കെ, ഓട്ടം 66,000. കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ക്ലെയിം ഒന്നുമില്ല? ഇല്ല, മേജറായിട്ട് ക്ലെയിം ഒന്നുമില്ല. കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ്, ടൈൽ ലൈറ്റ്, അതേപോലെ വാളോട്രോണിക് എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഒരു എന്താ പറയുക, കാറിനെ കൊണ്ടൊരു പെർഫോമൻസ് കാഴ്ച വെക്കണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് അല്ലേ? ഓക്കെ, വേറെ ഇപ്പോൾ ഒരു വർക്കും ഇല്ലല്ലോ? മെക്കാനിക്കൽ ഇല്ല, മെക്കാനിക്കായിട്ട് ഒന്നും എടുക്കാനില്ല. പുതിയ ബാറ്ററി കാര്യങ്ങൾ, ഇൻഷൂർ എല്ലാം ഫുള്ളാണ്. ഒന്നും ചെയ്യാനില്ല. ഓക്കെ, എത്രയുണ്ട് ചോദ്യം? ഇത് നമ്മൾ ചോദിക്കുന്നത് 6.70. 6,70,000 രൂപയ്ക്ക് 65,000 കിലോമീറ്റർ ഓടിയ 2018 മോഡൽ GT പോളോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. TSI ആണ്, കുഴപ്പമില്ല. ഓക്കെ, ഒരു 6 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും. 6 ലക്ഷം ഇല്ലെങ്കിൽ ഒരു 5-5.5 ലെവൽ വരെ എന്തായാലും കിട്ടും. ബാക്കി നിങ്ങളുടെ ട്രാക്കോടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അനുസരിച്ചാണ് പിന്നെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത്രയും സ്റ്റോക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ളൂ. ഇത് വീട്ടിൽ വെച്ചിട്ട് ഏതാണ് ഇനി ഷോറൂം പെട്ടെന്ന് തന്നെ എടുത്ത് അതിന്റെ ഹൊർക്കിലാണ്, അതിന്റെ ബാക്കിൽ തന്നെയാണ് നമ്മളുള്ളത്. നിങ്ങൾക്ക് മൊത്തത്തിൽ ഇന്ത്യയിൽ എവിടുന്ന് വേണമെങ്കിൽ വണ്ടി എടുത്ത് നമുക്ക് ഇവിടുന്ന് നമുക്ക് വണ്ടി ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാം. പാരന്റൽ സ്റ്റാർ ആണ്. ഇവിടുന്ന് കൊടുത്ത് കൊടുക്കാം. നമുക്ക് എല്ലാ വണ്ടി നോക്കിയിട്ട് നമുക്ക് എല്ലാം എക്സ്പെക്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ തോടുകൂടി നമ്മൾ ചെയ്ത് കൊടുക്കും. അവിടുന്ന് ആകുമ്പോൾ റെഡി ക്യാഷ് എടുക്കേണ്ടി വരും. ആ ഒരു പ്രശ്നം നമ്മൾ ഇവിടുത്തെ പോലെ ലോൺ ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് റേറ്റിന്റെ മാറ്റവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ആകുമ്പോൾ റെഡി ക്യാഷ് കൊടുത്താലേ വണ്ടി കിട്ടുള്ളൂ. ട്രക്ക് ചെയ്ത് നാട്ടിലേക്ക് എത്തിച്ച് അതിനൊക്കെ വേറെ എക്സ്പെൻസും. അതായത് നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ റിസ്ക് എടുക്കണ്ട. ഇങ്ങനത്തെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഡയറക്റ്റ് പോയി എല്ലാം നമ്മളവിടെ ഉണ്ടാവാറുണ്ട്. ഡൽഹി, മുംബൈ ഭാഗത്തൊക്കെ നമ്മൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിൽ എടുത്തൊരു പാൻ ഇന്ത്യ ലെവലിൽ എവിടെ വേണമെങ്കിലും. അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള പ്ലാൻ ബിയിലേക്കുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റ്സിലേക്ക് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യാമല്ലേ? ഓക്കെ, താങ്ക് യു. ബൈ.